ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാനതല പൊതുയോഗം മെയ് 30-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി MP രാഘവൻ ഉദ്ഘാടനം ചെയ്യും. ലിബർ ഫൗണ്ടേഷൻ ഓഫ് കേരള കരൾ മാറ്റിവെക്കപ്പെട്ടവരും അവരുടെ ദാതാക്കളും അടങ്ങിയ ഒരു സംഘടനയാണ്. 2014 ലിബർ ഫൗണ്ടേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞ സംഘടനയുടെ ആരംഭം. സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കരൾ മാറ്റിവെക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടാവും. ചില ആളുകൾ ക്രൗഡ് ഫണ്ട് ഉപയോഗിച്ചൊക്കെ സർജറി ചെയ്യും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിത രീതികളും അവരുടെ വിഷമങ്ങളും കൂടിക്കൊണ്ടിരിക്കും. മറ്റൊന്നല്ല, ഭാരിച്ച ചെലവുകളേറിയ മരുന്നുകൾ. മാസത്തിൽ ഒരു 30,000 രൂപ വരെ പല ആളുകൾക്കും മരുന്നുകൾ ആദ്യഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പേഷ്യൻറ്റുകൾ ഉള്ള ഹോസ്പിറ്റലുകളിലും, അതായത് പിന്നീട് അവരെ അഡ്മിറ്റ് ആകുന്ന സമയങ്ങളിലും ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് ചില വിട്ടുവീഴ്ചകൾ, ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ വാങ്ങിക്കൊടുക്കും. സർക്കാർ തലത്തിൽ ഞങ്ങൾ ഒരുപാട് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു പ്രധാന ലക്ഷ്യം നേരത്തെ പറഞ്ഞ പോലെ ആത്മതാളം പദ്ധതിയുടെ ഒരു പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ്. അതായത് ഓർഗൻ ഡൊണേഷൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക. പല മതപരമായിട്ടൊക്കെ ഉള്ള ചില വിശ്വാസങ്ങളുടെ പുറത്താണ് ഈ സംഭവങ്ങൾ തീരെ ഇല്ലാതെ പോകുന്നത്. പിന്നെ ആ സമയത്തൊരു മാനസികാവസ്ഥ നമുക്ക് അങ്ങനെ പല ആളുകളും തയ്യാറാവുന്നില്ല. കാരണം ആ സമയത്ത് പക്ഷെ നേരെ മറിച്ച് വളരെ സധൈര്യമായി മുന്നോട്ട് വരുന്ന ആളുകളുടെ ഒരുപാട്, ഒരു ചെറിയ കുട്ടിയുടെ തന്നെ നിങ്ങൾ അത്തരം ഓർഗൻ ഡൊണേഷൻ്റെ ഒരു വലിയൊരു സംഭവം നമ്മൾ വായിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും നമ്മൾ അതാണ് ഈ ആത്മതാളം. അതായത് സെന്റ് തെരേസാസ് കോളേജിലെ കുട്ടികളാണ് അതിൽ അന്ന് അവിടെ ഒരു ഗംഭീര പരിപാടി നടത്തി. ആ കുട്ടികൾ മുഴുവൻ ഈ ഒരു പ്രതിജ്ഞ എടുത്തു. ഓർഗൻ ഡൊണേഷൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അത് മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കരൾ മാത്രമല്ല, അങ്ങനെ നിരവധി ആളുകൾക്ക് അത്തരം അവയവങ്ങളുടെ ഒരു അപര്യാപ്തത, കസോട്ടോയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സഭ, അതൊക്കെ ഇല്ലാതാക്കാൻ ഇത്തരം ബോധവൽക്കരണങ്ങളിലൂടെ നിരന്തരം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ ഒരു പ്രായോഗികതയെക്കുറിച്ചും അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനം. അതാണ് ഈ ലിഫോക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ചെയർമാൻ രാജേഷ് കുമാർ M, KK ബാവ, കാരന്തൂർ വിജയൻ KV, T കമൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.